ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാത്ത് ഓഫ് വിസ്ഡം. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ റേഡിയോൻ്റെ റോൾ അല്ലെങ്കിൽ പങ്ക് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടം എന്നുള്ളത് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആണ്. പുതിയ ടെക്നോളജിക്കും ഓഡിയൻസിൻ്റെ പ്രിഫറൻസിനും അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കോണ്ടൻസും നോക്കുന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഡിജിറ്റലൈസ്ഡ് ടെലിവിഷൻ പ്രോഗ്രാമിനെ കുറിച്ചിട്ട്. അതിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ഡിജിറ്റലൈസ്ഡ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ നോക്കേണ്ടതാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തും റേഡിയോക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നുള്ളത്. നമുക്കെന്ത് പറയാം, ഈ കാലഘട്ടത്തിലും റേഡിയോക്ക് അതിൻ്റേതായ ആവശ്യങ്ങളും അതിൻ്റേതായ ഇമ്പോർട്ടൻസും അതിനുണ്ട്. ഇത് തെളിയിക്കുന്ന കുറച്ച് പോയിൻറ്റ്സാണ് നമ്മളിത് പറയാൻ പോകുന്നുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആക്സസിബിലിറ്റി ആൻഡ് റീച്ച്. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ലിമിറ്റഡ് ആയിട്ടുള്ള ഉൾസ്ഥലങ്ങളിൽ, റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിൽ ഇവിടെയൊക്കെ ഇന്നും നിലനിൽക്കുന്ന ദ മോസ്റ്റ് ആക്സസിബിൾ ഫോം ഓഫ് മീഡിയ, ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ തന്നെയാണ് റേഡിയോ എന്നുള്ളത്. ലൈക്ക് ഇവിടെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഇൻഫർമേഷൻസ് പെട്ടെന്ന് പ്രചരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റിലയബിൾ ആയിട്ടുള്ള വിശ്വസനീയമായ മീഡിയയാണ് റേഡിയോ എന്നുള്ളത്. നമുക്കറിയാം, ബാക്കിയെല്ലാ ഡിജിറ്റലി എന്ത് മീഡിയ ആണെങ്കിലും അതിന് ഇൻ്റർനെറ്റ് ആവശ്യമാണ്. അപ്പം എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മൂന്നാറിലാണ് നമ്മളുള്ളത്. മൂന്നാറിൽ പെട്ടെന്നൊരു പ്രളയം വന്നു. അവിടെ ഇൻ്റർനെറ്റ് ആക്സസ് കുറവായിരിക്കും, റേഞ്ച് കുറവായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് നമ്മുടെ അവസ്ഥ പുറത്തുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റേഡിയോ എന്നുള്ള മീഡിയ എന്നുള്ളത്. ഇപ്പോൾ ബാക്കിയുള്ള മീഡിയനേക്കാളും എത്രയോ ഇമ്പോർട്ടൻസ് ഉണ്ട് റേഡിയോക്ക്. ഓൾസോ റേഡിയോയിലുള്ള ഇൻഫർമേഷൻസ് കൂടുതൽ റിലയബിൾ ആയിരിക്കും, വിശ്വസനീയമായിട്ടുള്ളതായിരിക്കും. മീൻസ് ഇൻഫർമേഷൻസ് കൂടുതൽ സത്യസന്ധമായിരിക്കും. മറ്റ് മീഡിയ പോലെ കുറച്ച് കേട്ടിട്ട് ബാക്കി സ്വന്തം കയ്യിൽ നിന്ന് ഇട്ടിട്ട് ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്നത് പോലെയല്ല റേഡിയോ എന്നുള്ള മീഡിയ. ഇറ്റ് വിൽ ബി മോർ റിലയബിൾ ദാൻ ദ അതർ മീഡിയ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അഡാപ്റ്റേഷൻ ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ട്രഡീഷണൽ റേഡിയോവും ഇപ്പം ഡിജിറ്റലൈസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളത്? ഓൺലൈൻ സ്ട്രീമിംഗ്, പോഡ്കാസ്റ്റ്, മൊബൈൽ ആപ്സ്. അതായത് ഓൺലൈൻ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ റേഡിയോ സ്റ്റേഷൻസ് കേൾക്കാൻ വേണ്ടി പറ്റും. പണ്ട് ഒരു റേഡിയോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. റേഡിയോ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഡിജിറ്റലൈസ്ഡ് ആയിട്ട് ഇപ്പം ഓൺലൈൻ സ്ട്രീമിംഗ്, വെബ്സൈറ്റിലൂടെ നമുക്ക് റേഡിയോ കേൾക്കാം. മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ റേഡിയോ നമുക്ക് കേൾക്കാം. നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് റേഡിയോ കേൾക്കാം. അതും എന്താണ്, റേഡിയോ ഡിജിറ്റലൈസ്ഡ് ആയി മാറിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീ റെക്കോർഡഡ് റേഡിയോ ഷോസ് അവൈലബിലിറ്റി ഫോർ ഡൗൺലോഡിങ്. മുമ്പേ റെക്കോർഡ് ചെയ്ത റേഡിയോയിലുള്ള ചില ഓഡിയോസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡൗൺലോഡ് ചെയ്തിട്ട് കേൾക്കാൻ വേണ്ടി പറ്റും. മുമ്പാണെങ്കിൽ റേഡിയോ ഓൺലൈനായിരുന്നു, ആ ഒരു സമയത്ത് കേൾക്കാൻ വേണ്ടി മാത്രമായിരുന്നു പറ്റുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അതെന്തായിട്ടുണ്ട്, റെക്കോർഡഡ് ആണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് കേൾക്കാൻ വേണ്ടി പറ്റും. മൊബൈൽ ആപ്ലിക്കേഷൻസ്, അതിൽ ലൈവ് സ്ട്രീമിങ്ങും ഡിമാൻഡ് കോണ്ടൻറ്റും ഉണ്ട്. അതായത് നമുക്ക് ഏത് സമയം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോണ്ടൻറ്റ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഡിജിറ്റലൈസ്ഡ് മാറ്റങ്ങൾ റേഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ റൂറൽ ഏരിയാസിലും ഇൻ്റർനെറ്റ് സ്പീഡില്ലാത്ത സ്ഥലത്തും ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇത് ഓഡിയൻസിനെ കൂട്ടുകയും അവരുടെ റേഡിയോയുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കൂടുകയും ചെയ്യുന്നുണ്ട്. തേർഡ് വൺ ഈസ് ഡൈവേഴ്സ് കോണ്ടന്റ് ആൻഡ് പേഴ്സണലൈസേഷൻ. ഈ ഡിജിറ്റൽ യുഗത്തിൽ മീൻസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ വളർച്ചയോടുകൂടി പ്രത്യേക ഓഡിയൻസിനെ ഉദ്ദേശിച്ചുള്ള പ്രത്യേക കോണ്ടൻ്റ് ഉള്ള പ്രത്യേക തരം പ്രോഗ്രാമിന് റേഡിയോ അവസരമൊരുക്കുന്നുണ്ട്. മീൻസ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഓൺ ഡിമാൻഡ് കോണ്ടൻ്റ് ആണ് ഇവിടെ നടക്കുന്നുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഓഡിയൻസിന് എന്ത് കേൾക്കണം, എപ്പോൾ കേൾക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം ഓരോ ആൾക്കാർക്കും ഉണ്ട്. മീൻസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നത് പേഴ്സണലൈസ്ഡ് ലിസണിങ് എക്സ്പീരിയൻസ് ആണ് നൽകുന്നുള്ളത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കേൾക്കാം. അത് മറ്റ് മീഡിയ പോലെ തന്നെ റേഡിയോയിലും ഉണ്ട്. സോ ലൈക്ക് അതർ മീഡിയ, റേഡിയോ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഫോർത്ത് പോയിന്റ് ഈസ് ഇൻറ്ററാക്ടിവിറ്റി ആൻഡ് സോഷ്യൽ മീഡിയ ഇൻറ്റഗ്രേഷൻ. ഡിജിറ്റൽ ടെക്നോളജി റേഡിയോൻ്റെ എക്സ്പീരിയൻസ് തന്നെ മാറ്റിയിരിക്കുന്നുണ്ട്. മെയ്ഡ് ഇറ്റ് മോർ ഡൈനാമിക് ആൻഡ് ഇൻറ്ററാക്റ്റീവ്. ഇറ്റ് മീൻസ് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഓഡിയൻസിന് ഇപ്പോൾ വിവിധ പ്ലാറ്റ്ഫോമിലൂടെ ഹോസ്റ്റുമായിട്ട് മറ്റ് ഓഡിയൻസുമായിട്ടും ഇടപഴകാനും ഇൻറ്ററാക്റ്റ് ചെയ്യാനും റേഡിയോ ഷോസിൽ സജീവമായി പങ്കെടുക്കാനും കഴിയുന്നുണ്ട്.
എങ്ങനെയൊക്കെയാണ് ഇൻറ്ററാക്ഷൻസ് നടക്കുന്നുള്ളത് എന്നാണ് പറയുന്നുള്ളത്. ത്രൂ സോഷ്യൽ മീഡിയ, ലൈവ് ചാറ്റ്, കോളിൻസ്, ഇതിലൂടെ ഓഡിയൻസിന് അവരുടെ ചിന്തകൾ, അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്ക് എന്നിവ ലൈവായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ റേഡിയോയിലൂടെയും സാധിക്കുന്നുണ്ട്, മറ്റ് മീഡിയാസിലും സാധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. സോ അതിൽ മാത്രമല്ല, റേഡിയോയിലും ഇത് നടക്കുന്നുണ്ട്. ഇത് ഓഡിയൻസിന് ഇൻറ്ററാക്ഷൻസ് കൂട്ടുക മാത്രമല്ല ചെയ്യുന്നുള്ളത്, ബട്ട് ഓൾസോ ഒരു സമൂഹ ബോധം തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് റേഡിയോ എക്സ്പീരിയൻസിനെ മോർ എൻജോയബിൾ ആക്കി മാറ്റുന്നുണ്ട്. അടുത്ത പോയിന്റ് നമുക്ക് പറയാം, കൾച്ചറൽ പ്രിസർവേഷൻ ആൻഡ് ലോക്കൽ വോയിസസ്. ഇതിൽ പറയുന്നുള്ളത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനെ കുറിച്ചിട്ടാണ്. കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ എന്നാൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു ചില ആൾക്കാർ കൂടിയിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു റേഡിയോ സ്റ്റേഷൻ എന്നുള്ളത്. അതായത് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് വിത്തിൻ 5 to 10 kilometers ആയിരിക്കും. ഇതിൽ ചെറിയ രീതിയിലുള്ള FM റേഡിയോ സ്റ്റേഷനാണ് ഇതിൽ നടക്കുന്നുള്ളത്. അതായത് ആ ഒരു സമൂഹത്തിലുള്ള ആൾക്കാർക്ക്, മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ചെറിയൊരു നാട്ടിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഉള്ളത് എങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് അവർക്ക് എന്ത് ന്യൂസ് വേണമെങ്കിലും അതിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സഹായം, ഫൈനാൻഷ്യലി എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് സഹായം ഉണ്ടെങ്കിലും അവർക്ക് ഈ റേഡിയോയിലൂടെ മറ്റൊരാൾക്ക് അറിയിക്കാൻ വേണ്ടി പറ്റും. സോ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ് ഹെൽപ്ഫുള്ളാണ്. അപ്പം ഇതിൽ കൾച്ചറൽ ഹെറിറ്റേജ് സംരക്ഷിക്കുന്നതിനും പ്രാദേശിക ശബ്ദങ്ങൾ, ലോക്കൽ വോയിസസ് വർദ്ധിപ്പിക്കുന്നതിനും റേഡിയോ ഒരു പ്രധാന മീഡിയമായിട്ട് മാറുന്നുണ്ട്. ലോക്കൽ വോയിസസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ശബ്ദങ്ങൾ, അവരുടെ പ്രോബ്ലംസ് പറയുന്നതിനുള്ള ഒരു പ്രധാന മീഡിയ ആണ് റേഡിയോ എന്നുള്ളത്. ഈ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ എന്നുള്ളത് പ്രാദേശിക ഭാഷകൾ, മ്യൂസിക്, ട്രഡീഷൻ ഇവ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. 6th പോയിന്റ് ഈസ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ ഡിസമിനേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇൻഫർമേഷൻസ് മോർ റിലയബിൾ ആയിരിക്കും എന്നുള്ളത്. ഇൻഫർമേഷൻസ് ഓവർലോഡായ ഈ കാലഘട്ടത്തിൽ, അതായത് കൂടുതലും ഫേക്ക് ന്യൂസസ് ആണ് വരുന്നുള്ളത്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ റേഡിയോൻ്റെ ന്യൂസ് മറ്റ് മീഡിയയെക്കാളും കൂടുതൽ റിലയബിൾ ആയിരിക്കും, സത്യസന്ധമായിരിക്കും. മോസ്റ്റ്ലി വെരിഫൈഡ് ആയിട്ടുള്ള കോണ്ടൻസ് മാത്രമാണ് റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്നുള്ളത്. സോ നമുക്ക് വിശ്വസിച്ച് ഇന്നതാണ് സത്യം എന്നുള്ളത് വിശ്വസിച്ച് കേൾക്കാൻ പറ്റുന്നുള്ള ഒറ്റ മീഡിയയാണ് ഇപ്പം ഈ ലോകത്തുള്ളത്, ദാറ്റ് ഈസ് റേഡിയോ. 7th one ഈസ് എഡ്യൂക്കേഷണൽ ടൂൾ. ഫോമൽ സ്കൂളിംഗ്, അതായത് ഔപചാരിക സ്കൂൾ വിദ്യാഭ്യാസം ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ റേഡിയോയിലൂടെ ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. വാല്യുബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് റേഡിയോയിലൂടെ എത്തിക്കുന്നുണ്ട്. എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ഭാഷാ പഠന പരിപാടികളും എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് റേഡിയോയിലൂടെ എത്തുന്നുണ്ട്. To sum up, we can say that like other media, radio is also important in this digital era. മറ്റ് മീഡിയ പോലെ തന്നെ റേഡിയോവും ഈ ഡിജിറ്റലൈസ്ഡ് ആയ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. Hope you understand my class. Thank you all. Bye. Please like, share and subscribe.